എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്ത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരെയും കാത്തിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജോലി, തൊഴിൽ, സാമ്പത്തികം, വിവാഹം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമാണോ എന്നും ഗ്രഹനില അനുകൂലമല്ലാത്ത രാശിക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവയെല്ലാം പൊതുവായ രാശിഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഫലങ്ങളിലേക്ക് കടക്കാം. കന്നിക്കൂർ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമാണിത്. 6ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് ശത്രുക്കളെ ജയിക്കാനും മത്സരങ്ങളിൽ വിജയിക്കാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്ന ഗ്രഹനിലയാണ്. എന്നാൽ ശനി 7ൽ സഞ്ചരിക്കുന്നതും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതും ദാമ്പത്യം, സാമ്പത്തികം, തൊഴിൽ എന്നീ മേഖലകളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ജോലിയിൽ അസ്ഥിരത, അമിത ജോലിഭാരം, മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. എന്നാൽ 6ലെ രാഹുവിൻ്റെ ശക്തമായ പിന്തുണ കാരണം ശത്രുക്കളെ അതിജീവിച്ച് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. തുലാമാസം മുതൽ അതിചാരമായി വ്യാഴം ലാഭസ്ഥാനത്തിലേക്ക് മാറുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുകയും തൊഴിൽപരമായി വലിയ മുന്നേറ്റവും സാമ്പത്തിക നേട്ടവും നൽകുന്നതാണ്. അതേസമയം 7ൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാനും സാധ്യതയുള്ള സമയമാണിത്. ഉത്രം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ സൂര്യൻ്റെ സ്വാധീനം കാരണം ആത്മവിശ്വാസം കൈവിടാതെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കും. കണ്ടകശനി കാരണം മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. തുലാമാസം മുതൽ തൊഴിൽപരമായ അംഗീകാരവും സാമ്പത്തിക നേട്ടവും ലഭിച്ചു തുടങ്ങും. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അത്തനാളിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങളുടെ വിപരീത സഞ്ചാരം കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 12ലെ കേതു മൂലം ചിലപ്പോൾ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ 6ലെ രാഹു ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള അസാമാന്യമായ മനോധൈര്യം നൽകും. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. വർഷത്തിൻ്റെ 2ാം പകുതിയിൽ സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ചിത്രനാളിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചൊവ്വയുടെ ഊർജ്ജം 6ലെ രാഹുവുമായി ചേരുമ്പോൾ ശത്രുക്കളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഈ ഊർജ്ജം ജീവിത പങ്കാളിയോട് പ്രയോഗിച്ചാൽ കണ്ടകശനി കാരണം ദാമ്പത്യ കലഹങ്ങൾക്ക് വഴിവെക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും സാധിക്കുന്ന സമയമാണിത്. റിയൽ എസ്റ്റേറ്റ്, സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പരിഹാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കണ്ടകശനിയുടെ ദോഷങ്ങൾ കുറയാൻ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നതും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും കേതുപ്രീതിക്കായി ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് കൊല്ലവർഷം 1201 ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കണ്ടകശനി, കർമ്മവ്യാഴം എന്നിവ കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും തുലാമാസത്തിന് ശേഷം ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു വർഷം ആശംസിച്ചുകൊണ്ട് കന്നിക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ തുലാക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.